തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് വയനാട്ടിലേക്ക് നൽകിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന ഇടതനുകൂല പോലീസ് സംഘടനാ നേതാവിന്റെ ആവശ്യം തള്ളി സർക്കാർ. ഡിവൈഎസ്പി DK പൃഥ്വിരാജിനോട് വയനാട് ക്രൈംബ്രാഞ്ചിൽ തുടരാൻ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച കേസിൽ മുൻ MLA KS ശബരിനാഥനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത് പൃഥ്വിരാജാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അപ്പോൾ വിരമിക്കാൻ ഒരു വർഷമെന്തോ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനൊരു റിക്വസ്റ്റ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എന്തായാലും അത് സർക്കാർ ചെവിക്കൊള്ളില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ളൊരു സർക്കാരിന്റെ പ്രതികാര നടപടിയായി വ്യാഖ്യാനിക്കാമോ? പ്രതികാര നടപടി എന്ന് വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചാൽ ഇതൊരു സ്വാഭാവിക കാര്യമാണ്. അത് പ്രതികാര നടപടി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കൃത്യമായ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഓരോ വ്യാഖ്യാനങ്ങളാണ്, ഓരോരോപണങ്ങളാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മൾ സർക്കാർ മാറി വരുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് പോലീസുകാരാണ്. കാരണം സർക്കാർ അനുകൂല സംഘടനയായിട്ടുള്ള ആളുകൾ അധികാരം മാറി വരുമ്പോൾ അവർക്ക് വടക്ക് നിന്ന് തെക്കേക്കും തെക്ക് നിന്ന് വടക്കേക്കും ഒക്കെ പോകേണ്ടി വരും. അങ്ങനെ ആദ്യം പോകേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള DK പൃഥ്വിരാജ്. പൃഥ്വിരാജ് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നേരെ പറഞ്ഞു വിട്ടത് വയനാടേക്കാണ്. അപ്പോ പെട്ടെന്നൊന്നും തിരുവനന്തപുരത്തേക്ക് വരേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം ആ കാര്യത്തില്. എന്തായാലും ഈ ഉത്തരവിനെതിരെ അദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിക്കുകയാണ് ചെയ്തത്. ട്രിബ്യൂണലാണ് പറയുന്നത് സർക്കാരിനോട് 3 ആഴ്ചയ്ക്കും ആലോചിച്ച് തീരുമാനമെടുക്കും എന്നുള്ളത്. സർക്കാർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനം പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം വിരമിക്കാൻ ഇനി 7 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് സ്വന്തം ജില്ലയിൽ തനിക്ക് നിയമനം നൽകണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ സർക്കാർ ഈ ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത് ഭരണപരമായ സൗകര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലമാറ്റം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സേവനം വളരെ മെച്ചപ്പെട്ട രീതിയിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വയനാട്ടിലേക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന വിരമിക്കാൻ വേണ്ടി ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നു പറയുന്നതൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമാറ്റത്തിന് പരിഗണിക്കപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ അതൊരു പ്രത്യേക കാരണമായി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ നിലവിലെന്തായാലും വയനാട്ട് ജില്ലയിലെ ക്രൈംബ്രാഞ്ചിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. തൽക്കാലത്തേക്കൊന്നും പൃഥ്വിരാജിന് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഡിവൈഎസ്പി DK പൃഥ്വിരാജ് തൽക്കാലം വയനാട്ടിൽ തന്നെ തുടരട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. തിരക്കിട്ടപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം.